നമസ്കാരം, മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. റിമംബറൻസ് തിയേറ്റർ ഗ്രൂപ്പും വല്ലച്ചിറ പഞ്ചായത്തും നടത്തുന്ന ഗ്രാമീണ കാർഷിക തിയേറ്റർ ഫെസ്റ്റിവലിന് വല്ലച്ചിറ നാടകദ്വീപിൽ തുടക്കമായി. വലിയചേനം മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം 163ാം ബൂത്ത് കൺവെൻഷൻ നടന്നു. വേനൽ ചൂടിൽ പൊള്ളുന്ന കേരളത്തിന് നേരിയ ആശ്വാസം. ഏപ്രിൽ ആദ്യവാരം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ വേനൽ മഴ ലഭിച്ചേക്കും. വാർത്തകൾ വിശദമായി. ഗ്രാമങ്ങളിൽ സഞ്ചരിച്ച് രാഷ്ട്രീയം പറയാനുള്ള മികച്ച മാധ്യമം കൂടിയാണ് നാടകമെന്ന് ബംഗാളി നാടക അധ്യാപകൻ പ്രബീർ ഗുഹ പറഞ്ഞു. റിമംബറൻസ് തിയേറ്റർ ഗ്രൂപ്പും വല്ലച്ചിറ പഞ്ചായത്തും നടത്തുന്ന ഗ്രാമീണ കാർഷിക തിയേറ്റർ ഫെസ്റ്റിവൽ വല്ലച്ചിറ നാടകദ്വീപിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗ്രാമങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ലഭിച്ച നല്ലൊരു സുഹൃത്തായിരുന്നു ജോസ് ചെറുമൽ. അദ്ദേഹം മുഖേനയാണ് ഞാൻ കേരളത്തിലെത്തിയത്, ഗുഹ പറഞ്ഞു. And I have grown up in remote villages, you can say, and not in one village. I had to travel village after villages with my father. He had a transferable job and I had to stay with him. So I have seen many villages in my childhood. So village I can understand, cities till the date I don't understand very much. So I felt very much concerned for the villagers, the village people. I saw their sorrows. I saw how they are being treated by the other people. I saw all the pains inside them. And mostly where I grown up in Murshidabad district, that was famous for the Muslim people. The Muslim community was very much. So the hatred I have seen, I have experienced, that was very shocking experience for me. ഞാൻ ജനിച്ച ഗ്രാമം എന്നുള്ളത് ഉള്ളപ്പോൾ തന്നെ ഒരുപാട് ഇന്ത്യയിലെ വില്ലേജുകളിലൂടെ, ഗ്രാമങ്ങളിലൂടെയാണ് കൂടുതൽ ഞാൻ യാത്ര ചെയ്തിരിക്കുന്നത്. ആ ഒരു ഗ്രാമങ്ങളിലെ എല്ലാ മനുഷ്യരുടെയും അവരുടെ സംസ്കാരവും ഭാഷയും അവരുടെ ഈ യഥാർത്ഥത്തിലുള്ള അവരുടെ ജീവിത ദുരിതങ്ങളും പെയിൻ വേദനകളും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ടൊരു സ്ഥലം പറഞ്ഞു, സ്ഥലം അപ്പോൾ ആ കമ്മ്യൂണിറ്റിയുടെ യഥാർത്ഥ പീഡനം നേരിട്ട് കണ്ട ഒരു അവസ്ഥയുണ്ട്. പുള്ളി പറഞ്ഞ വില്ലേജിന്റെ പേര്. So when I got disillusioned with my political activities, I decided to be the activist of theatre. കെ രാമചന്ദ്രൻ MLA അധ്യക്ഷനായി. ഒരു കാർഷിക ഫെസ്റ്റിവൽ എന്ന നിലയിലുള്ള ഒരു വലിയ പരിപാടിയാണ് ഇന്നിപ്പോൾ ഇവിടെ തുടക്കം കുറിക്കുന്നത്. കഴിഞ്ഞ വർഷവും ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നു. ഒരു നാടക ഗ്രൂപ്പ് കുറേ വർഷങ്ങളായി ഈ മേഖലയിൽ നിരവധിയായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ശ്രീ ശശിധരൻ നടുവിൻ്റെ നേതൃത്വത്തിലുള്ള ഈ കൂട്ടായ്മ നിരവധിയായ സംഭാവനകൾ നാടകരംഗത്ത്, കലാരംഗത്ത് നൽകിയിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. അങ്ങനെ അതിൻ്റെ ഭാഗമായി ഇവിടെ ഈ നാടകദ്വീപിൽ നിരവധി പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മുതലാണ് ഈ കാർഷിക റിമംബറൻസ് തിയേറ്റേഴ്സിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഈ കാർഷിക ഒരു ഫെസ്റ്റ് എന്ന നിലയിലുള്ള പ്രത്യേക പരിപാടി കുറച്ചും കൂടി വിപുലീകരിക്കപ്പെട്ടു. ബദൽ സർക്കാർ ദേശീയ അവാർഡ് പ്രൊഫീർ ഗുഹയ്ക്ക് സിനിമാ സംവിധായകൻ പ്രിയനന്ദൻ നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് N. മനോജ്, ശശിധരൻ നടുവിൽ, ചാക്കോടി അന്തിക്കാട്, രാമചന്ദ്രൻ വല്ലച്ചിറ എന്നിവർ സംസാരിച്ചു. തോമസ് കേളംകൂരിന്റെ രചനയിൽ ഗോവിന്ദസ് കോഴിക്കോട് സംവിധാനം ചെയ്ത പൊക്കൻ നാടകവും ഉണ്ടായി.
ഏപ്രിൽ 10 വരെ ഫെസ്റ്റിവൽ നടക്കും. നാടകങ്ങൾ, കുട്ടികളുടെ ക്യാമ്പ്, ഉടൽമൊഴി കഥകളി അവതരണം, സാംസ്കാരിക സമ്മേളനം, തോൽപ്പാവക്കൂത്ത്, ഐവറകളി, നാട്ടിലെ പാട്ടുകാരുടെ പാട്ടുസന്ധ്യ എന്നിവയുണ്ടാകും. കൃഷി വിദഗ്ധരും നാടക പ്രമുഖരും കുട്ടികളുമായി സംവാദിക്കും. വലിയ ചേനം മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു. മഹല്ല് പ്രസിഡന്റ് VS നജീബ് അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K രാധാകൃഷ്ണൻ, പാർലം പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ്, മഹല്ല് സെക്രട്ടറി EA ഷാഫിർ, മഹല്ല് ഖത്തീബ് മുഹമ്മദ് മുസ്തഫ ഫൈസി എന്നിവർ സംസാരിച്ചു. ആ വൈവിധ്യങ്ങളെ വൈവിധ്യങ്ങളായി കാണുക, അതിന്റെ സൗന്ദര്യം നമ്മൾ ഉൾക്കൊള്ളുക, അങ്ങനെ നമ്മൾ പരസ്പരം എല്ലാവരെയും ബഹുമാനിക്കുകയും എല്ലാവരെയും ആദരിക്കുകയും എല്ലാവരെയും പരസ്പര വിശ്വാസത്തിലെടുക്കുകയും ചെയ്യുന്ന വലിയ ഒരു നിമിഷത്തിലാണ് ഈ ഇഫ്താർ വിരുന്ന് നടക്കുന്നത്. ഇതിന് എല്ലാവിധ എന്നെ ക്ഷണിച്ചതിലും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഒരു മാതൃകാപരമായ ചടങ്ങായിട്ടാണ് തോന്നുന്നത്. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള മാനവികതയുടെ എല്ലാ മുഖങ്ങളും ഇതിൽ തുറന്നു കാണിക്കുകയാണ് ചെയ്യുന്നത്. സ്നേഹത്തിൻ്റെ പൂക്കാലം നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാടിൻ്റെ ഒരു ഉദാഹരണമാണ് തോന്നുന്നത്. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള നമ്മുടെ സ്നേഹത്തിന് വേണ്ടി, അതായത് ഇങ്ങനെ പള്ളി കമ്മിറ്റികളൊക്കെ ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുക, അതിൽ വരിക, അതിലെത്താനും ഇത്തരത്തിലുള്ളൊക്കെ സംസാരിക്കാനൊക്കെ ഞങ്ങൾക്ക് വേദി ഒരുക്കി തന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മഹല്ലിലെ പ്രധാന ഭാരവാഹികളോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ നാടിനെ കുറിച്ച് പ്രത്യേകതകളെ കുറിച്ചിട്ട് ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു ഓണം വന്നാലും വിഷു വന്നാലും ഉത്സവം വന്നാലും നമ്മൾ ഒറ്റക്കെട്ടായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ എല്ലാ രീതിയിലും എല്ലാവിധ സഹകരണങ്ങളും എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് മാത്രം. സാഹോദര്യ സ്നേഹമുള്ള സുഹൃത്തുക്കളാണ് ഈ മഹല്ല് കമ്മിറ്റിയും അതിൻ്റെ ഭാരവാഹികളും. എന്ന് മാത്രമല്ല, ആ മഹല്ലിൽ അംഗങ്ങളായിട്ടുള്ള 175ഓളം 200ഓളം വരുന്ന കുടുംബങ്ങളിലെ സഹോദരന്മാരും. ആ സഹോദരന്മാർ പല കാര്യത്തിലും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള സഹോദരങ്ങളാണ്. എന്ന് മാത്രമല്ല, ഇവിടെ നമ്മുടെ ഗ്രാമത്തിൽ തന്നെ നടക്കുന്ന വിവിധ പരിപാടികൾ ഈ ഗ്രാമത്തിലെ തന്നെ എല്ലാവരുടെയും ക്ഷേത്രം കൂടിയായിട്ടുള്ള ചേനത്തെ കുളങ്ങര. വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ PB ഷാജൻ, ജ്യോതി ബസു, സുബീഷ് കൊന്നയ്ക്കപ്പറമ്പിൽ, ചേനം ഗ്രാമപഞ്ചായത്തിലെ വിവിധ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ, ഗ്രാമസ്വരം പത്രാധിപർ AB അജയ് ഘോഷ്, മഹല്ല് പ്രസിഡന്റ് VS നജീബ്, മഹല്ല് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KK അബൂബക്കർ, ജോയിന്റ് സെക്രട്ടറി TK ഷിഹാബുദ്ദീൻ, ട്രഷറർ KK ഷമീർ, മഹല്ല് കമ്മിറ്റി മെമ്പർമാരായ TK കുഞ്ചേക്കു, TM മജീദ്, TM അബ്ദുൽ കരീം, AA അബൂബക്കർ, PK ബഷീർ, PS സിദ്ദിഖ് എന്നിവർ പങ്കെടുത്തു. മിനി വാനും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ഉത്രാളിക്കാവ് ക്ഷേത്ര പരിസരത്ത് വച്ചായിരുന്നു അപകടം. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന ചിയാരം സ്വദേശി 57 വയസ്സുള്ള റോയിയാണ് മരിച്ചത്. രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. ഇടവഴിയിൽ നിന്നും സംസ്ഥാന പാതയിലേക്ക് കയറുന്നതിനിടയിൽ ഗ്യാസ് കയറ്റി വന്നിരുന്ന മിനി വാൻ ഇടിക്കുകയായിരുന്നു. നാട്ടുകാർ ചേർന്ന് ഇദ്ദേഹത്തെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വേനൽ ചൂടിൽ പൊള്ളുന്ന കേരളത്തിന് നേരിയ ആശ്വാസം. ഏപ്രിൽ ആദ്യവാരം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ വേനൽ മഴ ലഭിച്ചേക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. തിങ്കളാഴ്ച 4 ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. ചൊവ്വാഴ്ച 7 ജില്ലകളിലും മറ്റന്നാൾ 9 ജില്ലകളിലുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ സാധ്യത പ്രവചിച്ചിരിക്കുന്നത്. വ്രതമാസത്തിന്റെ വിശുദ്ധിയിൽ സക്കാത്തും റംസാൻ കിറ്റും സമ്മാനിച്ച് സ്നേഹത്തണലിന്റെ ജീവകാരുണ്യ സംരംഭം. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ തീരദേശത്ത് ശ്രദ്ധേയമായ സ്നേഹത്തണൽ ചാരിറ്റബിൾ ട്രസ്റ്റാണ് ജീവിത പ്രയാസം അനുഭവിക്കുന്ന 100 കണക്കിന് ആളുകൾക്ക് റംസാൻ കിറ്റും സക്കാത്തും നൽകിയത്. വിവിധ മതസ്ഥരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ സദസ്സ് തീരദേശ ജനങ്ങൾക്കിടയിൽ മതസഹോദര്യത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതായി മാറി. എല്ലാ ശരീരങ്ങളിലും ഒഴുകുന്ന രക്തവും
ശരീരത്തിലെ മാംസവും അതിനെ ഉള്ളിലെ ഈ ശരീരത്തെ നിലനിർത്തുന്ന നടക്കാനും ഇരിക്കാനും ഒക്കെ സഹായിക്കുന്ന ബലം നൽകുന്ന എല്ലുകളുടെ നിറവുമൊക്കെ ഒന്നായിരിക്കും. എല്ലാവരും നിലനിൽക്കേണ്ടത് ഈ ചെറുത്തുപിടിക്കലിന്റെയും ഈ സ്നേഹത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ. അതെല്ലാവരുടെ ഇടയിലും അത് വളരണം. ഞാൻ നേരത്തെ പറഞ്ഞ വ്യക്തിത്വങ്ങൾക്കിടയിൽ സംസാരിച്ചപ്പോൾ ഇത്തരത്തിലുള്ള സൗഹാർദ്ദ സംഗമങ്ങളും പരിപാടികളും സജീവമാക്കേണ്ട ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നാം ഉള്ളത് എന്ന് ബഹുമാനപ്പെട്ട ഫാദറും ബഹുമാനപ്പെട്ട സ്വാമിയും. വലപ്പാട് പുത്തൻപള്ളി മഹൽ ഖത്തീബ് അബ്ദുൽ സമദ് ഫൈസി, വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻ പള്ളി വികാരി ഫാദർ ജെൻസ് തോട്ടിൽ, കോതകുളം വെന്നിക്കൽ ശിവക്ഷേത്രം മേൽശാന്തി തരണല്ലൂർ സന്ദീപ് നമ്പൂതിരി എന്നിവർ മുഖ്യ അതിഥികളായി. ട്രസ്റ്റ് പ്രസിഡന്റ് VC അബ്ദുൽ ഗാഫൂർ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി AM സലീം, രക്ഷാധികാരി KC അശോകൻ, ട്രഷറർ PC ഫൗസത്ത്, TV ശ്രീജിത്ത്, രാജൻ പട്ടാട്, ഷൺമുഖരാജ്, ബാബു കുന്നുങ്ങൽ, ANG ജയ്ക്കോ, PR പ്രേംലാൽ, PM നസീർ എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം 163 ബൂത്ത് കൺവെൻഷൻ നടന്നു. CN ഗോവിന്ദൻകുട്ടി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം 163 ബൂത്ത് കൺവെൻഷൻ നടന്നു. CN ഗോവിന്ദൻകുട്ടി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് ലെവൽ ഏജന്റ് ഉണ്ട്. മണിയണ്ണൻ വരില്ല എന്ന് പറഞ്ഞാണ് മണിയണ്ണൻ വന്നു. അവിടെ മനസ്സിലായി. അപ്പം അതിനെല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പ്രകാശേട്ടൻ്റെയും പ്രദീപിൻ്റെയും മണിയണ്ണൻ്റെ ഒക്കെ സഹായം ഉണ്ടാവും. ഞങ്ങൾ നല്ല നല്ല ആത്മാർത്ഥമുള്ള ആളുകളാണ് ഇവർ 3 പേരും. ഇവിടെ നേതാക്കന്മാരെ വലിയ ബാഹുല്യമൊന്നുമില്ല. അതുകൊണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ട് നമുക്ക് നമ്മുടെ ബൂത്തിൽ 50 വോട്ട് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതേക്കാൾ 50 വോട്ട് കൂടുതൽ നമുക്ക് ഉണ്ടാക്കണം. കാരണം അതിനെപ്പറ്റിയ അനുകൂല സാഹചര്യം ഉണ്ട്. 1 സ്ഥാനാർത്ഥിയുടെ വലിപ്പം, 2 നമുക്ക് തൊഴിലുറപ്പ് ഉണ്ടാക്കി കൊണ്ടുവന്ന് കോൺഗ്രസ്, 3 ഒന്നും നാട്ടിൽ കിട്ടാനില്ല. പട്ടിണി മാത്രമാണ് ബാക്കി. റേഷൻ ഇല്ല, മരുന്ന് ഒരു മെഡിക്കൽ കോളേജിൽ പോലും മരുന്നില്ല. സർക്കാർ ആശുപത്രിയിലും മരുന്നില്ല. ബ്ലോക്ക് സെക്രട്ടറി പ്രദീപ് വലിയങ്ങോട്ടിൽ അധ്യക്ഷത വഹിച്ചു. പ്രകാശൻ, KR മണികണ്ഠൻ, രതീഷ് എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ ASI തലകറങ്ങി വീണു. ASI അസീസിനെ പുതിയതായി ചാർജെടുത്ത SI മാനസികമായി പീഡിപ്പിച്ചതിനെ തുടർന്നാണിതെന്ന് കുടുംബം പറഞ്ഞു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ അസീസിന്റെ മകനെ SI അധിക്ഷേപിച്ചതായും SP അടക്കമുള്ളവർക്ക് പരാതി നൽകുമെന്നും കുടുംബം വ്യക്തമാക്കി. ഞായർ രാവിലെ 10 മണിയോടെയാണ് സംഭവം. ഇലക്ഷൻ പ്രമാണിച്ച് പുതിയതായി ചാർജ് എടുത്ത അന്തിക്കാട് SI പ്രവീൺ സ്റ്റേഷനിലെ ASI MK അസീസുമായി തർക്കം തുടങ്ങിയിട്ട് ദിവസങ്ങളായെന്ന് പറയുന്നു. ഇതിനിടയിൽ രാവിലെ SI സ്റ്റേഷനിലെത്തിയ അസീസിനെ വഴക്കു പറയുകയും തുടർന്ന് മാനസിക സംഘർഷത്തിലായ അസീസ് തലകറങ്ങി വീഴുകയുമായിരുന്നു. GD ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അസീസിനെ CI തീപിടുത്തമുണ്ടായ സ്ഥലത്തേക്ക് പറഞ്ഞയച്ചപ്പോഴാണ് SIയെ പ്രകോപിപ്പിച്ചതെന്ന് പറയുന്നു. തിരിച്ചെത്തുമ്പോൾ SI വീണ്ടും അധിക്ഷേപിക്കാൻ എത്തുമെന്ന് മനസ്സിലാക്കിയ അസീസ് ജീപ്പിൽ സ്റ്റേഷനിൽ വന്നിറങ്ങുമ്പോൾ മുതൽ മൊബൈൽ ക്യാമറ ഓണാക്കിയിട്ടു. കയറി ചെല്ലുമ്പോൾ SI പ്രവീൺ ASI അസീസിനെ ചീത്ത വിളിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അസീസ് സൂപ്പർ പോലീസ് ആവേണ്ട, പണിയെടുക്കാനാണ് നിർത്തിയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ചീത്തവിളികൾക്ക് ശേഷം SI മുറിയിലേക്ക് പോകുന്ന ദൃശ്യമാണ് വീഡിയോയിലുള്ളത്. തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് തീ പിടിച്ച സ്ഥലത്തേക്ക് പോയത് സാർ. തുടർന്ന് പരാതി കേൾക്കാനിരുന്ന അസീസ് മാനസിക സംഘർഷത്തെ തുടർന്ന് തലകറങ്ങി വീഴുകയായിരുന്നു. സ്റ്റേഷനിലെ പോലീസുകാർ ചേർന്ന് ഇദ്ദേഹത്തെ പുത്തൻപീടികയിലും തുടർന്ന് ഒളരി മദർ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. 4 മണിക്കൂറുകൾക്ക് ശേഷമാണ് അസീസിന് ബോധം തെളിഞ്ഞത്. അസീസ് തീവ്ര പരിചരണ വിഭാഗത്തിലാണ്. അസീസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതറിഞ്ഞ് സ്റ്റേഷനിലേക്ക് അന്വേഷിച്ചതെന്ന അസീസിന്റെ മകനോട് നിന്റെ വാപ്പ പോലീസ് ജോലി ചെയ്യാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് SI അധിക്ഷേപിച്ചു വിട്ടതായി അസീസിന്റെ കുടുംബം മാധ്യമങ്ങളോട് പറഞ്ഞു. SP അടക്കമുള്ളവർക്ക് ഈ കാര്യത്തിൽ പരാതി നൽകുമെന്ന് കുടുംബം പറഞ്ഞു. ശിരസറ്റ് പോയാലും നെഞ്ചുവിരിച്ച് നട്ടലുയർത്തി നടക്കണം എനിക്ക് എന്ന് അസീസ് കഴിഞ്ഞ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിരുന്നു. ജനങ്ങൾക്കിടയിൽ അസീസിനുള്ള സ്വീകാര്യതയാണ് SIയെ ചൊടിപ്പിച്ചതെന്നാണ് സംസാരം. ന്യൂസ് ബ്യൂറോ, മീഡിയ 4.
പെരിഞ്ഞനം ബീച്ചിൽ ശക്തമായ കടലേറ്റമുണ്ടാകുന്നതിന് മുൻപ് കടലിൽ ചുഴലി കണ്ടിരുന്നതായി മത്സ്യത്തൊഴിലാളികൾ. കടലേറ്റമുണ്ടായ പെരിഞ്ഞനം സമിതി ബീച്ചിൽ നിന്ന് 4 കിലോമീറ്ററോളം വടക്ക് കൂരിക്കുഴി കമ്പനി കടവിൽ നിന്ന് മീൻ പിടിക്കാൻ പോയവരാണ് ഇത് കണ്ടത്. 15 കിലോമീറ്ററോളം പടിഞ്ഞാറെത്തിയ ശേഷമാണ് ആകാശത്ത് മേഘപാളികൾക്കിടയിൽ നിന്ന് ആരംഭിച്ച് കടലിൽ സ്പർശിച്ച് കറങ്ങിക്കൊണ്ടിരിക്കുന്ന നിലയിൽ തൊഴിലാളികൾ ചുഴലി കണ്ടത്. 1/2 കിലോമീറ്ററോളം വ്യാസമുള്ള കുഴൽ രൂപത്തിലായിരുന്നു ചുഴലിയെന്നും കടൽ വെള്ളം കറങ്ങുന്നത് കണ്ടെന്നും തൊഴിലാളികൾ പറഞ്ഞു. പുലർച്ചെ 5:30 സംഭവം. 12 കടലേറ്റമുണ്ടായത്. കല കരുതലാണ്, കലയ്ക്ക് നിറങ്ങളില്ല എന്ന സന്ദേശവുമായി അംഗൻവാടി അങ്കണത്തിൽ അമ്മമാരുടെയും കൗമാര വനിതകളുടെയും പിന്നൽ തിരുവാതിരക്കളി. വലപ്പാട് ബീച്ച് 81 നമ്പർ അംഗൻവാടി അങ്കണത്തിലാണ് അമ്മമാരുടെയും പൂർവ്വ വിദ്യാർത്ഥികളായ കൗമാരപ്രായക്കാരുടെയും പിന്നൽ തിരുവാതിര കൂട്ടായ്മയായ ഓംകാരം വൈവിധ്യമാർന്ന തിരുവാതിരക്കളികൾ അവതരിപ്പിച്ചത്. വിവിധങ്ങളായ ലക്ഷ്യങ്ങളാണ് ഓംകാരം പിന്നൽ തിരുവാതിരകളി കൂട്ടായ്മയ്ക്കുള്ളത്. കൊച്ചുകുട്ടികളിൽ കലാസാംസ്കാരം വളർത്തുക, അങ്കണവാടിയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വിഭവസംവരണം നടത്തുക, വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകുക, സ്ത്രീ ശാക്തീകരണത്തെ സജ്ജമാക്കുക എന്നിവ ഇതിൽ പ്രധാനമാണ്. അങ്കണവാടിയിലെ അമ്മമാരും അങ്കണവാടി AGM ക്ലബ്ബും ഒത്തുചേർന്ന് ഓംകാരം എന്ന പേരിൽ തിരുവാതിരകളി കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിക്കുകയായിരുന്നു. വലപ്പാട് GDM LP സ്കൂൾ പ്രധാനാധ്യാപകൻ CK ബിജോയ് പിന്നൽ തിരുവാതിരകളി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം KV വിജയൻ അധ്യക്ഷത വഹിച്ചു. RR സുബ്രഹ്മണ്യൻ, VV അനിത, അങ്കണവാടി ഹെൽപ്പർ റീന ഉദയൻ, ഫിഫി അഭിമന്യു, ആര്യ രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. ചേർന്നാണ് ഓംകാരം വലപ്പാട് ബീച്ച് രൂപീകരിച്ചത്. 3 വർഷക്കാലമായി അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഓംകാരം ടീമിൽ 14 അംഗങ്ങളുണ്ട്. അതിൽ ശ്രീകൃഷ്ണനായിട്ടൊരു കുട്ടിയും മുരുകനായിട്ടൊരു കുട്ടിയും കളിക്കുന്നുണ്ട്. മുരുകന്റെയും ശ്രീകൃഷ്ണന്റെയും വേഷമണിഞ്ഞ 2 കുട്ടികളടക്കം 14 വനിതകളാണ് ഓംകാരം പിന്നൽ തിരുവാതിരകളിയിൽ അണിചേർന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ 50-ലേറെ വേദികളിൽ ഓംകാരം പിന്നൽ തിരുവാതിരകളി അവതരിപ്പിച്ചു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ 4. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. തിങ്കളാഴ്ച പവന് 85 രൂപ വർദ്ധിച്ചു. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് വില 6360 രൂപയായി. 1 പവൻ സ്വർണത്തിന് വില 50,880 രൂപയാണ്. അന്താരാഷ്ട്ര സ്വർണ്ണവില $2262 ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് 83.35 24 കാരറ്റ് സ്വർണ്ണക്കട്ടിയുടെ ബാങ്ക് നിരക്ക് കിലോഗ്രാമിന് 70 ലക്ഷം രൂപ കടന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര സ്വർണ്ണവില ഫെബ്രുവരി 13 $1981 ആയിരുന്നു. 1.5 മാസത്തിനിടെ $280 വർദ്ധിച്ചത്. തിരുവോണ ഊട്ട് പെരുമ്പിള്ളിശ്ശേരി മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിൽ ഏപ്രിൽ 4 വ്യാഴാഴ്ച ആഘോഷിക്കും. രാവിലെ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, 11 പ്രസാദ ഊട്ട്, വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക് എന്നിവയും ഉണ്ടായിരിക്കും. മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രം, പെരുമ്പിള്ളിശ്ശേരി, പൂത്തറയ്ക്കൽ, ചേർപ്പ്. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 8943703399. ചൊവ്വൂർ മോഴിപ്പറമ്പിൽ പരേതനായ ജേക്കബ് ഭാര്യ റോസി നിര്യാതയായി. 86 വയസ്സ്. സംസ്കാരം ചൊവ്വൂർ സെന്റ് ഫ്രാൻസിസ് സേവേഴ്സ് പള്ളി സെമിത്തേരിയിൽ നടന്നു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6360 രൂപ, പവന് 50,880 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റിമംബറൻസ് തിയേറ്റർ ഗ്രൂപ്പും വല്ലച്ചിറ പഞ്ചായത്തും നടത്തുന്ന ഗ്രാമീണ കാർഷിക തിയേറ്റർ ഫെസ്റ്റിവലിന് വല്ലച്ചിറ നാടകദ്വീപിൽ തുടക്കമായി. വലിയചേനം മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം 163ാം ബൂത്ത് കൺവെൻഷൻ നടന്നു. വേനൽ ചൂടിൽ പൊള്ളുന്ന കേരളത്തിന് നേരിയ ആശ്വാസം. ഏപ്രിൽ ആദ്യവാരം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ വേനൽ മഴ ലഭിച്ചേക്കും.
ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.